JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ക്രൈസ്തവ സഭകളുടെ ആശങ്ക പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗം ഇന്നാണ്. മുഴുവൻ ശുപാർശകളും നടപ്പാക്കണമെന്നും എത്രയും വേഗം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നുമാണ് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരം 4:30 മണിക്ക് ചർച്ച നടക്കും. ജിബിൻ JB തിരുവനന്തപുരത്ത് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ നൽകും. പറയൂ ജിബിൻ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തത്വത്തിൽ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അന്ന് മന്ത്രിസഭാ യോഗം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് ലത്തീൻ അവധിരൂപതയാണ് ആദ്യം ഇതിലൊരു ആശങ്ക പ്രകടിപ്പിച്ചത്. കാരണം കഴിഞ്ഞ 3 വർഷമായി ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലത്തീൻ സഭ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടാനോ അംഗീകരിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ടിനെ തത്വത്തിൽ അംഗീകരിച്ചതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അംഗീകരിച്ചതാണോ എന്നുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അതിലൊരു ദുരൂഹത ഉണ്ട് എന്നാണ് ക്രൈസ്തവ സഭകൾ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സഭാ മേലധ്യക്ഷന്മാരുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇന്നൊരു യോഗം വിളിച്ചു ചേർത്തത്. വൈകിട്ട് 4:30 മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് ഈ ഒരു ചർച്ച നടക്കുക. ഇതിൽ ഈ ആശങ്കകൾ സംബന്ധിച്ച് ഉള്ള ഒരു വിശദമായ ചർച്ചയും, കാരണം ഇതിൽ ഏതൊക്കെ ശുപാർശകളാണ് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും നിലവിൽ വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് ക്രൈസ്തവ സഭകൾക്ക് ഒരു വിവരവും കൈമാറിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരവും ഏതൊക്കെ ശുപാർശകളാണ് അംഗീകരിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ക്രൈസ്തവ സഭയുടെ വക്താക്കന്മാരും രംഗത്തെത്തി. എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ ഈ ചർച്ചയോടുകൂടി ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ക്രൈസ്തവ സഭയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.